കുട്ടികളിൽ ഈ സോഷ്യൽ ഇമോഷണൽ സ്കിൽസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നമുക്ക് നേരത്തെ തന്നെ ഒരു കുട്ടി ജനിച്ച് ഒരു ഇൻഫൻസി അല്ലെങ്കിൽ ടോഡ്ലർഹുഡ് ആ ഒരു ടൈം പീരീഡിൽ തന്നെ നമുക്ക് എന്തായിരിക്കും അത് ഡെവലപ്പായി വരാൻ വേണ്ടി ചെയ്യാൻ പറ്റുക? സാധാരണഗതിയിൽ സോഷ്യൽ ഇമോഷണൽ സ്കിൽസ് എന്ന് പറയുമ്പം ഒന്നാമതായിട്ട് സെൽഫ് അവെയർനെസ്, സ്വന്തം ഇമോഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികൾ നേരത്തെ തന്നെ മോന് ചിരിക്കുകയാണല്ലേ, മോന് കരയാണല്ലേ, മോന് സങ്കടം വരുന്നുണ്ടല്ലേ, അതുപോലെ അവർ കാണിക്കുന്ന ഇമോഷൻസ് നിങ്ങൾക്ക് നെയിം ചെയ്ത് കൊടുക്കാം. ഒരു 2-3 വയസ്സുള്ള കുട്ടികൾ അവരുടെ ഇമോഷൻസ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് മാനേജ്മെൻറ്റിന് ചെറിയ കുട്ടികളിൽ നമുക്ക് അറിയാം അവർക്ക് അവരുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ നല്ല പ്രയാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കോറഗുലേറ്റ് ചെയ്യുക, നമ്മൾ കൂടെ വന്നിട്ട് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നതാണ് സെൽഫ് മാനേജ്മെൻറ്റ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇനി സോഷ്യൽ അവെയർനെസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മറ്റൊരാൾ കൂടെ ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ, പ്രായത്തിനനുസരിച്ചുള്ള കുട്ടികളുടെ കൂടെ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ റെസ്പോൺസിബിൾ ഡിസിഷൻ മേക്കിങ് നമ്മൾ ചെറുപ്പം മുതലേ അവർക്ക് ചോയ്സസ് കൊടുക്കുന്നത് വഴി കുട്ടികൾക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഇത് കൂടുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് ഒരു 1-2 വയസ്സിൽ തന്നെ നിങ്ങൾക്ക് കൊടുക്കുക. വീട്ടിൽ ഹോം ചോഴ്സിലൊക്കെ അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുവഴി അവരുടെ ഡിസിഷൻ മേക്കിങ്ങും ഇമ്പ്രൂവ് ആയിട്ട് വരുന്നത് കാണാറുണ്ട്. സോ ഈ 5 ഡൊമൈനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി സോഷ്യൽ ഇമോഷണൽ സ്കിൽസ് ഈ ഒരു ഇൻഫൻറ്റ് ടോഡ്ലർഹുഡിൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്.